സോ ഗൈസ് നമ്മളിന്ന് വന്നിട്ടുള്ളത് എവിടെയാ മോൾട്ടി? തസ്നീം ഫാമിലാണ്. ഇവിടെയാണ് മൾബറി കൃഷിയൊക്കെ. കണ്ടാ ഇവിടെ ഫുൾ കൃഷികളാണ്. അടിപൊളി നല്ല മധുരമുള്ള. ഭയങ്കര കയ്പുണ്ട്. അവിടുന്ന് കഴിച്ചത് സെറ്റ് ആയിരുന്നു. ഇവിടുത്തത് ഭയങ്കര ഒരു പുളിയും കയ്പായിട്ട് തുപ്പാൻ തോന്നുന്നു. തുപ്പും ചെയ്ത്. നമുക്ക് ഇനിയും ഇവിടെ കൊറേ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട്. ഇതെന്ത് കൃഷിയാ? കയ്പങ്ങ കൃഷി. സത്യോ? നീ പ്രേക്ഷകർക്ക് റോങ് ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കല്ലേ കേട്ടോ. ഇതില് കൊറേ ഉണ്ട് കേട്ടോ. അടിപൊളിയല്ലേ കാണാന്? ഇല്ല, എപ്പോഴെങ്കിലും ചോദിച്ചല്ല. അൽഹംദുലില്ലാ. എന്താണത് കാണാത്തത്? ഇനി കൊറേ ഫ്രൂട്ട്സ് ഉണ്ട് തിന്നാനും. ഇതാ കൊറേ ഉണ്ട്. പുഴുക്കളൊക്കെ ഉണ്ട് കേട്ടോ. പുഴു എമ്മിയാ. കുട്ടുകുട്ടു അങ്ങനത്തെ തിന്നല്ലേ. വെയിറ്റ് ഓക്കെ. നോക്കട്ടെ, ലിപ്സ്റ്റിക് ഉണ്ടോ നോക്കട്ടെ. നമ്മള് മൾബറി ഒക്കെ തിന്നിട്ട് ക്ഷീണായിട്ട് ഇവിടെ ഇരിക്കണേ. മധുരണ്ട്. അടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അലോവേറിന്റെ തോട്ടമാണ്. കിട്ടിയില്ല, അതുകൊണ്ട് സൗണ്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അത് കാരണം സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ടാവും. സാരല്ല. ഇതാണ് അലോവേറിന്റെ തജ്ജ്. അലോവേറ അല്ലേ? പുല്ലായിരിക്കും മേ ബി. അത് അലോവേറ കേട്ടോ. അലോവേറ എന്തെല്ലോ കാണുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറി അലോവേറ അല്ലല്ല, ഇതൊന്നും അലോവേറ അല്ലത്. ഇതൊക്കെ ഫേക്ക് ആണ് ഗൈസ്. ഫേക്ക് നോട്ട് ഫേക്ക്. വേറെന്തോ പേരൊക്കെ. ഇതാണ് കാക്ടസ്. ഓ, അതറിയാം. തുളസി. പശുവിന്റെ ഒരു അടുത്ത സാധനമായിട്ട് ഇത് ഒരു പ്രത്യേക ഫ്രൂട്ടാണ്. പേരൊന്നും അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരം ഉണ്ട് കേട്ടോ. പ്രഹസനം. നല്ല മധുരം ഉണ്ട് കേട്ടോ. തേന് പോലെ ഉണ്ട് ഇത്. നിങ്ങൾ നീ എവിടെയാ ക്യാമറ വെച്ചിട്ടുള്ളത്? ഇത് തിന്നുവേ തേന് പോലെ ഉണ്ട്. ഇതിന്റെ തേന് പോയോ? അയ്യേ. അപ്പൊ ഗൈസ്, നമ്മൾ ഇവിടുത്തെ മൾബറി പിന്നെ വേറെ എന്തൊക്കെയാണ് വേറെ പുളി ഒരു തേനിന്റെ പോലത്തെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ട്, അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഞങ്ങൾ പോകുമ്പോ പുറത്ത്. അല്ല, നമുക്കിനി നെക്സ്റ്റ് സ്പോട്ടിൽ വെച്ചിക്കണം. അപ്പൊ ഗൈസ്, നമ്മള് ക്യാമൽ ഫാമിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ക്ലോസ് ആയിന്ന്. ടൈം ഇപ്പോ 5 o'clock ആയി. ഇനി ആരും 5 മണിയാകുമ്പോ ഇങ്ങോട്ടേക്ക് വരുന്നത്, കാരണം ഇവിടെ ക്ലോസ് ആയിരിക്കും. ഓക്കെ, ക്യാമൽ ഫാം നമ്മളെ ബാക്കിലുള്ളത്. ക്യാമൽസിനെ കാണുന്നില്ല. ഒരു ക്യാമൽ റെഡ് കുപ്പായിട്ട് അവിടെ ഉണ്ട് കേട്ടോ. റെഡ് ഇട്ടാല് ക്യാമൽ കുത്തും. അത് ക്യാമലല്ല, അന്ന് എന്റെ പോത്ത്. അതെന്താ അറിയാ, അതോളെ മോന്ത കണ്ടിട്ട് ഓളെ മുഖത്തൊക്കെ തുപ്പി പോലും. ബൗണ്ടറി से ഒട്ടകം
അച്ഛാ എന്നാ പോര്. നടന്നില്ല, ഏറ്റില്ല. നമ്മള് ഒന്ന് മുട്ടാൻ നോക്കി, പക്ഷെ അടുക്കണില്ല. എന്തൊക്കെ കാട്ടിട്ട് ഭയങ്കര സിൻസിയർ ആണ്. അയാൾ പറയുന്നത് ഷെയ്ക്ക് വന്ന് ക്ലോസ് ചെയ്തതാണ്. നല്ലടി ഷെയ്ക്കിന്റെ ഓർഡർ ആണ്. തന്നെ വന്നിട്ട് അടച്ചു പോയത് എന്നാ പറഞ്ഞ അയാള്. കണ്ടില്ലേ ഗൈസ്, മുറ്റത്തൊരു ഒട്ടകം. ഇതിന്റെ ഉള്ളില് വേറെ ഉണ്ട് കേട്ടോ ഒരുപാട് ഒട്ടകംസ്. സോ ദിസ് ഇസ് കോൾഡ് ആസ് ക്യാമൽ ഫാം. ഇനി അടുത്ത പരിപാടി എന്താ? അടുത്ത് ചായ കുടിക്കാം. ഓക്കെ, ഓളം ഇല്ലാത്ത ആൾക്കാരെ കൂട്ടിട്ട് പോകുമ്പോ നമുക്ക് ഓളം വരും അല്ലേ? ഞങ്ങളെ എത്തൊക്കെയാണ് ക്യാമറ നീക്കിയിട്ടില്ലേ? അപ്പൊ ആരെ ഉദ്ദേശിച്ചത്? തുപ്പി കാണിച്ചിട്ടോ. 8 മണിക്ക് പറഞ്ഞിട്ടാണെന്നുണ്ട്. 8 മണിക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് റൂമിൽ കയറണം. ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ട്. ഇന്ന് സോറി, ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ട്. ഓളെ വീട്ടിലാക്കി കൊടുക്കാൻ. ഉള്ളിവട ഉണ്ട്, പക്കവട ഉണ്ട്, പിന്നെ പഴംപൊരി, പരിപ്പ് വട, ചക്ക പൊരിച്ചത്. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ചക്ക പൊരിച്ച സ്റ്റൈലിലൊക്കെ തിന്ന്. ചക്ക ചക്ക നാടൻ ചക്ക എന്താ പാട്? ചക്ക ആരും ഒരു എക്സ്പ്രഷൻ ഇടത്തെ. ഇപ്പോൾ നമ്മൾ ഉള്ളത് മൽക്കിയ ബീച്ചിലാണ്. ഒരു ടീ ഒക്കെ കുടിച്ച് നമ്മളിപ്പോ മൽക്കിയ ബീച്ചിലെത്തി. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, ഭയങ്കര ആൾക്കാർ. സെയിം പെണ്ണും. നമ്മൾ കാണിച്ചു തരാം, ബീച്ച് കാണിച്ചു തരാം. ചവിട്ട്. ഷെസിന്റെ ഫസ്റ്റ് ബീച്ചാണേ. പേടിച്ചാ? ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഈ ഗോൾഡ് സ്റ്റോർ പോലത്തെ ആരാണ്? ഗോൾഡ് സ്റ്റോറോ? സ്വർണ്ണക്കടയോ? പോപ്കോൺ, പിന്നെ ടോയ്സ് എല്ലാം ഒക്കെ പോകുന്നുണ്ട് ഇവിടെ. കുട്ടികളെ ഈ ഭാഗത്ത് കൊണ്ടുവരായിരിക്കല്ലേ? ഏറ്റവും വലിയ ടിപ്പ് പറയാനുള്ള അതാണ്, കുട്ടികളെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഏത് ഭാഗത്തേക്കാ കൊണ്ടുവരിക? അവരെ വീട്ടിലിടുന്നതാണ് ഏറ്റവും നല്ലത്. ശരി, ഇപ്പൊ അമ്മക്കാണ് വരുന്നത്. ഈ വീഡിയോ എടുക്കലുണ്ടല്ലോ, പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ്. അത് കാരണം സൗണ്ട് ഇഗ്നോർ ചെയ്യുക, നമ്മളെ മൊത്തത്തിൽ ഇഗ്നോർ ചെയ്യുക. മൊത്തത്തിലൊന്നാണ്ട് ഇഗ്നോർ ചെയ്തോളിക്കാർ. ഇഗ്നോർ ചെയ്യണ്ട, വളരെ ഈസി ആവും. നമുക്ക് ഇതിനൊരു പെട്ടെന്ന് തന്നെ ഒരു 10K അടിച്ചോട്ടെ. എത്ര വർഷമായി എന്നറിയാം? 4 വർഷമായി ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട്. നമ്മൾ ക്യാമറ നോക്കി നടന്നിട്ട് ആൾക്കാർ മുന്നിൽ വരുന്നൊന്നും കാണില്ല. അത്രയും ഡെഡിക്കേഷൻ ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഡെഡിക്കേഷൻ ആണ് 4 വർഷം കാണാൻ. ഇതിന്റെ ക്യാപ്പല്ലേ എന്റെ ഞാൻ പോക്കറ്റിലിടാൻ. നമ്മൾ വരുമ്പോ ലുക്കില് എന്താ പറയാ, എല്ലാം ഇട്ടിട്ടാ വരിക. അവസാനം വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ. ഡ്രസ് അയച്ചിട്ട് ഇല്ല, ഡ്രസ് തയ്ക്കാറില്ല. സോ ഗൈസ്, ഇവിടെ നല്ല വൈബ് ഉണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റിനെ ഫ്രണ്ട്സിനെ പറയാതിരിക്കാൻ വന്ന അടിപൊളി സ്ഥലമാണ്. അല്ല, പിന്നെ ക്ലൈമറ്റിനെ പറ്റിട്ട് പറയാതിരിക്കാൻ വയ്യ. കാരണം നല്ല ക്ലൈമറ്റ്, ചൂടും അല്ല തണുപ്പും അല്ല, നല്ല കാറ്റുണ്ട്. ക്ലൈമറ്റ് ആണ്. പ്രയർ റൂം ഉണ്ട്, നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം. ഇല്ല, ഇവൾക്ക് പറഞ്ഞല്ല, പക്ഷെ ഞാൻ നിസ്കരിക്കണം. നല്ല കുട്ടി.
അപ്പൊ ഇരുട്ടായി തുടങ്ങി. നമുക്ക് ഓരോന്നോരോന്ന് കാണാം. ഇനി ഇവിടെ കുറെ എന്തെല്ലാം ഉണ്ട്, നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. കൊറേ ആയിട്ട് ചെയ്യാത്തോണ്ട് എങ്ങനെ വ്ളോഗ് എടുക്കണ്ടേന്ന് വരെ നമ്മൾ മറന്നു. ജവ ജവ ഇടക്ക് താഴെ ഇടക്ക് താഴെ ഇടക്ക് മേലെ പിന്നെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾ കഴുത്തൊഴുകുന്നുണ്ടോ? എല്ലാം ഞങ്ങൾ തൊടുക്കുന്നുണ്ട്. കഴുത്തും തള്ളക്കളുണ്ട്. മിനിയാണ്, മിനി കുളിസീന്. രണ്ടാള് പോട്ടില് പോവടുത്ത് ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞു. ഇനി ഇവിടെയാ. ഇതാകുമ്പോ ചെലവില്ലാത്ത പരിപാടിയാ. ഇല്ല മോൾട്ടി, എന്താ എന്റെ അഭിപ്രായം? ഉറക്കം വരുന്നുണ്ടാ? വൈ 8:30. ഞാൻ 8:30. ഇജി മേ ബി 9. ഞാൻ 8:30 എണീച്ച്. ഇജി 8:31. ഇത്രേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ഉറക്കൊക്കെ വരണുണ്ട്. ഇനി ചിലപ്പോ ഞങ്ങള് അവസാനം ഇടാൻ മറന്നൊക്കെ പോകും. പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യാ, എന്നിട്ട് ഈ വീഡിയോ അവസാനിട്ടല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ ഇനിയും വരും ഒരു 4-5 വർഷമൊക്കെ ഇട്ട്. മാവേലി സ്റ്റൈലാണ് ഇടക്ക് പൊന്തുന്നതാണ്. പക്ഷെ നമുക്ക് ഇനി തുടർച്ച ഇടാൻ ശ്രമിക്കാല്ലേ. ഇപ്പൊ പറയും ഇത് എഡിറ്റ് ചെയ്തിട്ട് അടുത്ത വിലയ്ക്ക് മണിക്കിടുന്നുണ്ട്. അതാണ് പ്രശ്നം, മെയിൻ റീസൺ. കാരണം നമുക്ക് വേറെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ളത് കാരണം നമുക്ക് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ല മടിയാണ്. കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വായി നോക്കി ഇരിക്കുന്ന പണികൾക്ക്. ഓക്കെ, സോ ഇനി നമ്മളെന്തായാലും അടുത്ത വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.